എനിക്ക് മറക്കാൻ പറ്റാത്ത ഊട്ടിയിലെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഊട്ടി ലേക്ക്. ഊട്ടി ബോട്ടിങ്ങിൻ്റെ ഒരു എൻട്രൻസ് കവാടമാണ്. സ്കൂൾ ടൈമിൽ ഞാൻ ട്രിപ്പ് പോയപ്പോൾ ഒരുപാട് ഓർമ്മകൾ തന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ താഴെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്ത് താഴെ ഇറങ്ങിയതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് പോകുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഊട്ടിയിലെ വിവിധ സൈറ്റ് സീൻ ഡീറ്റെയിൽസുകളെല്ലാം ഒരു ഫോട്ടോയും പേരും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് പോകണ ചാർട്ട് തയ്യാറാക്കി വേണമെങ്കിൽ പോകാം. നേരെ പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് 9 പേരോളം സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നേരെ വന്ന് ബോട്ട് കിട്ടി. ഈ കാണുന്ന ഊട്ടിയിലേക്ക് നമുക്കിവിടെ പെഡൽ ബോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെടുത്തത് പെഡൽ ബോട്ടല്ല, നമ്മളെടുത്തത് മിഷൻ ബോട്ടാണ് എടുത്തേക്കുന്നത്. ടിക്കറ്റ് എടുത്ത് നേരെ അടുത്ത ക്യൂവിൽ പോകുമ്പോഴേ നമുക്ക് ഇടത് സൈഡിൽ കാണാൻ കഴിയും, അതാണ് ബോട്ട്. അപ്പോൾ അതിനകത്ത് 2 പേർക്ക് പോകാൻ കഴിയുന്നുണ്ട്, പിന്നെ 2 പേര്, പിന്നെ 6 പേര്, പിന്നെ ഇതിൻ്റെ ഷേപ്പ് തന്നെ 2-3 തരത്തിലുള്ളതുണ്ട്. അവിടുത്തെ കുറച്ച് വിസ്താരമൊക്കെ ഉള്ളതും 12 പേരോളം പോകാൻ കഴിയുന്നതും അവിടെ ഉണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ സ്കൂൾ ടൈമിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കൂൾ ടൈമിൽ +2ൻ്റെ സ്കൂൾ ട്രിപ്പ് പോയതിനകത്ത് ഏറ്റവും ഓർമ്മയുള്ള സ്ഥലം മീൻസ് എന്താ പറയുക, ഇത് മറക്കാൻ പറ്റത്തില്ല. ചില കാരണങ്ങളോ ചില സാഹചര്യങ്ങളിൽ ഞാനിവിടെ അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ബോട്ടിൻ്റെ ഡ്രൈവറാണ് അവിടെ നിൽക്കുന്നത്. ബോട്ടിൽ കയറുന്നവരെല്ലാം ജാക്കറ്റ് ഉറപ്പായിട്ടും ഇടണം എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മളിങ്ങനെ പോയിട്ടൊക്കെ ഒരു റൗണ്ട് കഴിഞ്ഞ് വരുന്ന ബോട്ടുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഇതിനടുത്ത് ബോട്ടിൻ്റെ ഡ്രൈവറോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എത്ര ദൂരമുണ്ട്, എങ്ങനെയാണ്. നിലവിൽ 20 മിനിറ്റിനകത്തേ ഉള്ളൂ ഈ ബോട്ട് റൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബോട്ട് റൈഡ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ. നമ്മളിത്രയും കറങ്ങി ഇവിടെ വന്നിട്ട് എന്തായാലും ഇത് എക്സ്പ്ലോർ ചെയ്യണ കാര്യമുണ്ടല്ലോ. അങ്ങനെ നേരെ ബോട്ടിനകത്തോട്ട് കയറുകയാണ്. ബോട്ടിന് 2 സൈഡും കാടാണ്. നമ്മൾ ഊട്ടിയിലെ പ്രധാന ആകർഷണം അവിടുത്തെ ക്ലൈമറ്റാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എനിക്ക് അവിടെ വെച്ച് ഈ ബോട്ടിൽ ഇപ്പോൾ അത്ര വലിയ രസമൊന്നും തോന്നുന്നില്ല. ഒരു ബോട്ടിൽ കയറി അങ്ങോട്ട് പോകണം മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ എന്ത് കാണിക്കുന്നു എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി. കാരണം എനിക്ക് വെള്ളം പേടിയായതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ ഈ വീഡിയോസും മെമ്മറീസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു മറ്റേ മരങ്ങളുടെ ഇടയിലൂടെ ഒരു പ്രത്യേക രസം കേട്ടോ. അത് നല്ല തണുത്ത കാലാവസ്ഥ. എനിക്കൊന്നൊരു 10 ഡിഗ്രിക്ക് താഴെയുള്ള കാലാവസ്ഥയും നല്ല തണുപ്പും, എന്നാൽ ഭയങ്കര തണുപ്പുമല്ല. ഇതിനിടയിൽ ഈ ബോട്ട് ഓടിക്കുന്ന ആൾ ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കും കേട്ടോ. നമ്മളെ കയറ്റിയിട്ട് നമുക്കൊന്ന് ഹരം കുളിക്കുന്നതൊക്കെ രീതിയിൽ. സത്യം പറഞ്ഞാൽ എനിക്കത് ഹരമല്ല, എനിക്ക് പേടിയായതാണ്. എനിക്ക് വെള്ളം നല്ല പേടിയാണ്, അതുകൊണ്ടാണ് ഇരിക്കുക. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല രസമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ചിന്തിക്കുമോ ഇത് മറിയുകയാണെങ്കിൽ എന്ത് പറ്റും, എന്താണാ അറിയത്തില്ല, ചാവ് തന്നെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഈ മെമ്മറീസൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പം ഇത് 1824 ജോൺ സെൽവൽ എന്ന ഒരു വ്യക്തി നിർമ്മിച്ച തടാകമാണ്. അതായത് മനുഷ്യനിർമ്മിത തടാകമാണ്. അപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് മനോഹരമായി തോന്നുന്നല്ലേ. ഒരു വ്യക്തിയുടെ ഒരു നിർമ്മിതിയാണ് ഇത് കൂടാതെ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോഴ്സ് റൈഡ് ഉണ്ട്. ഈ ബോട്ടിംഗ് പോയിന്റ് തന്നെ നമുക്ക് ഹോഴ്സ് റൈഡ് ഉണ്ട്. അതേ കണക്ക് തന്നെ ഒരു 70 അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. പിന്നെ ഫിഷിങ്ങിനും പറ്റും. പക്ഷേ അവിടെ അനുമതി എടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മീൻ പിടിക്കാനും പറ്റും. മറ്റൊരു പ്രധാന കാര്യം, ഊട്ടിയിൽ നിന്നല്ല നമ്മൾ എവിടെ ബോട്ടിങ്ങിന് പോയാലും നമ്മൾ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിക്കണം.
നമ്മുടെ ഒരു സുരക്ഷയാണത്. അത് ബോട്ട് അറിയാതിരിക്കാം. പക്ഷേ നമ്മൾ അബദ്ധവശാൽ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ നമുക്ക് നീന്തൽ അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ ഈ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ കഴിയും. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഊട്ടിയിലെ ഫോട്ടോ പോയിന്റുകളാണ്. അവർ നിർമ്മിച്ച് വെച്ചേക്കുന്ന ഫോട്ടോ പോയിന്റുകളാണ് അവിടെ. ഇത് കണക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മളവിടെ ഏത് സ്ഥലത്ത് പോയാലും ഒരു ഫോട്ടോഗ്രാഫർമാരെ നമുക്ക് കാണാൻ കഴിയും. 100, 200 ആയിരിക്കും അവരെ ടിക്കറ്റ്